ഇത്രയും അച്ചടക്കത്തോട് കൂടിയിട്ട് എന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ജീവിതത്തിലെ ബാലരമ പോലും സ്വന്തമായി വായിക്കാത്തൊരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ അനിയത്തി എൻ്റെ അടുത്ത് ഇരുന്ന് എനിക്ക് വായിച്ചു തരും. അതും കള്ളിക്കഥകൾ, മറ്റേ ചിത്രമില്ലാത്ത കഥകൾ എനിക്ക് വലിയ താല്പര്യമില്ല. അങ്ങനെ വായനയുമായി യാതൊരു ബന്ധവുമില്ലാതെ വളർന്ന ഒരു വ്യക്തിയാണ്. പഠിക്കാനുള്ള പുസ്തകങ്ങൾ നിർബന്ധപൂർവം വായിക്കാറുണ്ട്. അങ്ങനെ 60 മാസത്തെ എൻ്റെ ജയിൽവാസത്തിനിടയ്ക്ക് ജീവിതത്തിൽ ആദ്യമായി ഞാനൊരു പുസ്തകം വായിക്കാനിടയായി. പൗലോ കൊയ്ലോയുടെ ദ ഫിഫ്ത്ത് മൗണ്ടൻ, ഇംഗ്ലീഷല്ല മലയാളം പതിപ്പ്. ചർച്ചയിൽ കയറുമ്പോൾ നാളെ ഇറങ്ങാമെന്നുള്ള രീതിയിലാണ് എന്നെ അങ്ങോട്ട് കയറ്റിവിട്ടത്. അവിടെ നിന്ന് ഓരോ പേരുകളും നഷ്ടമാകുന്നു, കിട്ടാതെ വീണ്ടും വീണ്ടും ഞാൻ ചർച്ചയിൽ എന്നെ തുടരുന്ന സമയത്ത് ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളും നശിച്ച് അടുത്ത ദിവസത്തെ പ്രഭാതത്തിന് വേണ്ടി ഞാൻ എന്തിന് കാത്തിരിക്കുന്നു എന്നുള്ള തരി പ്രതീക്ഷ പോലും ഇല്ലാതിരിക്കുന്ന സമയത്താണ് പൗലോ കൊയ്ലോയുടെ ഫിഫ്ത്ത് മൗണ്ടൻ എന്ന പുസ്തകം അപ്പുറത്തെ സൈഡിൽ നിന്ന് ഒരു കൂട്ടുകാരൻ എൻ്റെ അടുത്ത്. എങ്കിലും ചിത്രം നോക്കാം, ചിത്രമില്ല. വായിച്ചു തുടങ്ങി. ഓരോ പേജ് കഴിഞ്ഞും വളരെ സാവധാനത്തിലാണ് എൻ്റെ വായന. ഒരു പേജ്, 2 പേജ്. ജയിലില് ഒരു ചിട്ടകളുണ്ടല്ലോ. വൈകുന്നേരം 6:30-7 മണിയാകുമ്പോൾ ചോറ് കിട്ടും. അതുകൊണ്ട് വേഗം കിടക്കണം, ലൈറ്റ് ഓഫ് ചെയ്യണം. പിന്നെ 9 മണിയാകുമ്പോഴേക്കും എല്ലാവരും കിടന്നിരിക്കണം. പിന്നെ അവിടെ വായനയും സല്ലാപങ്ങളും സംസാരങ്ങളും ടിവികളും ഒന്നുമില്ല. അപ്പോ പുസ്തകം അടക്കേണ്ടി വരുന്നു. പിറ്റേ ദിവസത്തേക്ക് വേണ്ടി എനിക്ക് കാത്തിരിക്കാൻ അടുത്ത പേജിന്റെ ചില പ്രതീക്ഷകൾ. ജീവിതത്തിൽ വീണ്ടും പ്രതീക്ഷകൾ വന്നു തുടങ്ങി. അപ്പോഴാണ് ഒരു പുസ്തകം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്, അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട സമയത്ത് അവന്റെ ജീവിതത്തിൽ കടന്നു വരേണ്ടതാണ്, വന്നതാണ് എന്നുള്ള ബോധ്യം ഒരു പുസ്തകത്തിന്റെ വില. അടുത്ത ദിവസം കാത്തിരിപ്പിന് അടുത്ത പേജിൽ എന്താണ് എന്നറിയാനുള്ള കാത്തിരിപ്പ്, പ്രതീക്ഷ. വീണ്ടും ആ പ്രതീക്ഷ എന്ന് പറയുന്ന ഒരു ഇമോഷൻ എൻ്റെ ഉള്ളിൽ വീണ്ടും ഉണ്ടാക്കിയത് പൗലോ കൊയ്ലോയുടെ ഫിഫ്ത്ത് മൗണ്ടൻ അല്ല, പുസ്തകം എന്ന് പറയുന്ന ഒരു മാധ്യമമാണ്. അന്ന് ഞാൻ പുസ്തകത്തെ അറിഞ്ഞു. അതിനുശേഷം ഓരോ ദിവസങ്ങളും അടുത്ത പ്രഭാതത്തിന് വേണ്ടി കാത്തിരിക്കും. അടുത്ത പേജിൽ എന്താണ്, അടുത്ത പേജിൽ എന്താണ്, അടുത്ത പേജിൽ എന്താണ്. അവസാനം അടുത്ത പേജിൽ എന്താണ്, ഒന്നുമില്ല, നീ തന്നെയുണ്ട് ബാക്കി എന്ന് പറയുന്നത് പോലെ പുള്ളി നിർത്തും. പക്ഷേ 60 ദിവസം തള്ളി നീക്കാൻ എന്നെ വളരെയധികം സഹായിച്ചത് ആ പുസ്തകം. പൗലോ കൊയ്ലോയുടെ ഫിഫ്ത്ത് മൗണ്ടൻ അല്ല, ആ പുസ്തകം, ആ എഴുത്തിന്റെ ശക്തി. മനുഷ്യനെ വായനയിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാം, കേൾവിയിലൂടെ മനസ്സിലാക്കാം, അനുഭവത്തിലൂടെ മനസ്സിലാക്കാം. വായനയിലൂടെ തന്നെ മനസ്സിലാക്കണം എന്നില്ല. ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. ചിലര് കേട്ടാണ് കാര്യങ്ങൾ അറിയുന്നത്. കേട്ടറിഞ്ഞതാണല്ലോ പിന്നെ പുസ്തകത്തിലാവുന്നത്. അവിടെ നിന്നാണല്ലോ വായിച്ചറിയുന്നത് ആ പുസ്തകത്തിൽ നിന്ന്. കുറെ പേർക്ക് പുസ്തകവുമില്ല, വായനയുമില്ല, ലാംഗ്വേജും ഇല്ല. എന്നാൽ അവർ നമുക്ക് മുന്നേ അനുഭവത്തിലൂടെ ഇതെല്ലാം മനസ്സിലാക്കും. കാടിന്റെ പക്കം നമ്മൾ ഭയങ്കര പരിഷ്കൃതമായ ഒരു സംഭവം അല്ലെ. അവിടെയാണ് നമ്മളെപ്പോഴും ലിംഗവ്യത്യാസം പാടില്ല എന്ന് പറയുന്ന സ്ഥലത്ത് ട്രാൻസ് വുമൺ എന്ന് പറയുന്നത്. വൈ വി ഡിഡ്ന്റ് കോൾ ദം വുമൺ? അവർ സ്ത്രീയാവാനാണ് ആഗ്രഹിച്ചത്, ട്രാൻസ് വുമൺ ആവാനല്ല. എന്നിട്ട് നമ്മളിപ്പോഴും നമ്മൾ അവരെ ട്രാൻസ് വുമൺ എന്നാണ് അഭിസംബോധന ചെയ്യുന്നത്, ട്രാൻസ് മെൻ എന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. നമ്മളെങ്കിലും മാറ്റണം. അറ്റ്ലീസ്റ്റ് ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മ നിങ്ങളെങ്കിലും മാറ്റണം.
നിങ്ങൾക്ക് സ്ത്രീയാവാനാണ് ഇഷ്ടം. അപ്പൊ സ്ത്രീ എന്നത് വുമൺ. ഈ പുസ്തകത്തിന്റെ ടൈറ്റിൽ എന്താ? പെണ്ണായ ഞാൻ. ട്രാൻസ് പെണ്ണായ ഞാൻ എന്നല്ലോ. Then why should we call them trans women or trans men? ഇതാണ് കാടിന്റെ മക്കളും നാടിന്റെ മക്കളും തമ്മിലുള്ള വ്യത്യാസം. നിങ്ങൾക്ക് വ്യത്യാസം പാടില്ല എന്ന് പറയുന്ന ഒരു സ്ഥലത്താണെന്ന് ആലോചിക്കും. ഈ ലിംഗമുള്ളതുകൊണ്ട് ഒരാളാണാവും പെണ്ണാവുകയും ചെയ്യും? ഇല്ലല്ലോ. ഞാൻ ആണാണെന്നൊക്കെ മനസ്സിലാക്കിയത് ക്ലാസ്സിൽ ആൺകുട്ടികളെ പെൺകുട്ടികളെ വേർതിരിച്ചിരുത്തിയ സമയത്താണ്. അത് വരെ നമുക്ക് ആ വ്യത്യാസം ഉണ്ടായിരുന്നില്ല. നമ്മളെല്ലാം കുട്ടികളായിരുന്നു. അപ്പൊ നമ്മുടെ സമൂഹം തന്നെയാണ് നമ്മളെ വേർതിരിച്ചെടുക്കുന്നതും. ഇതെന്തോ ലിംഗമായിട്ടെന്തോ വ്യത്യാസമുള്ള സംഭവമാണെന്നും എന്നാൽ അതെന്താണെന്നും ഇതുകൊണ്ട് എന്താണെന്നും ആരും നമ്മളെ പറഞ്ഞു തന്നിട്ടില്ല, പഠിപ്പിച്ചു തന്നിട്ടില്ല. നമ്മളെല്ലാം ഉണ്ടായി വന്നിട്ടുള്ള ഒരു സംഭവത്തിൽ നിന്നാണ്. 2022 ഇവിടെയുള്ള ആളുകൾ ഇത്രയും ജനസംഖ്യയായിട്ടും ഇവിടെ അതൊന്നും നടക്കുന്നില്ല. എല്ലാവരും മരത്തിന് പറിക്കുന്നതായിട്ടാണ് എല്ലാവരുടെയും പാവം. അത്രയും മോശപ്പെട്ട ഒരു സംഭവം അതാണ്. ഇതൊരു മോശപ്പെട്ട സംഭവമാണ്. ഇതെന്റെ ജീവിതവുമായി ഒരു ബന്ധവുമില്ല. ഇതൊരു എന്തോ ഒരു മോശം പ്രവൃത്തിയാണ് എന്നുള്ള ചിന്തകളിൽ നിന്നെല്ലാമാണ് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെട്ടത്. സ്ത്രീയെ കണ്ടാൽ ആക്രമിക്കാനും പുരുഷനെ കണ്ടാൽ അവൻ ആക്രമിച്ചു പറയപ്പെടുന്ന രണ്ടവസ്ഥയിലേക്ക് ഇവിടത്തെ കേരളത്തിലെ ആൺകുട്ടികൾ ഞാൻ അനുഭവിക്കുന്നു. ലൈംഗിക ദാരിദ്ര്യം വളരെയധികം അനുഭവപ്പെട്ടിട്ടുണ്ട്. ഇത് എവിടെ കിട്ടും? എങ്ങനെ കിട്ടും? ആരുടെ കിട്ടും? ഇത് ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു സംഭവമല്ല. ഇത് ആരും നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. ചില ചേട്ടന്മാർ പറയും കല്യാണം കഴിഞ്ഞ്, ഓ ഇന്നലെ ഫസ്റ്റ് നൈറ്റ് ആയിരുന്നു, 17 എണ്ണമായിരുന്നു. ഇങ്ങനെ കുറെ വികലമായ സംഭാഷണങ്ങളിൽ നിന്നും ഭാവനകളിൽ നിന്നും നമ്മളുടെ ലൈംഗിക ദാരിദ്ര്യം നമ്മളിപ്പോഴും കൊട്ടിഘോഷിക്കും. സംസ്കാരം എന്ന് പറയുന്നത് അവിടെയാണല്ലോ ഇതിനെല്ലാം പ്രസക്തിയുള്ളത്. ഇത് വളരെ വലിയൊരു സംഭവമാണെന്നോ ഇതിലൂടെ നടക്കുന്നില്ലെന്നുള്ള ഭാവത്തിൽ. എന്നാൽ എല്ലാവരും 10-12 മക്കളുണ്ടായിരുന്നു, പപ്പന്മാർ. ഇതൊന്നും ഇവിടെ നടക്കുന്നില്ല. ഇപ്പൊ കുറച്ച് കാലങ്ങളായിട്ടാണ് ഇവ മുന്നോട്ട് തന്നെ വരാൻ തുടങ്ങിയ നമ്മുടെ സർക്കാർ, നമ്മുടെ ഇടതുപക്ഷ സർക്കാർ വന്നതിന് ശേഷം. അതുവരെ ഈ അമ്മയൊക്കെ എവിടെയായിരുന്നു? ഇവരൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ കണ്ടിട്ടില്ല, ഞാൻ കേട്ടിട്ടില്ല. ഇത്രയെങ്കിലും എത്തിയല്ലോ. ഇനി നമുക്ക് അവരെ വുമണായും മെന്നായും സംബോധന ചെയ്യാം. അങ്ങനെ സംബോധന ചെയ്ത് പഠിക്കണം. ഇനി അത് മുന്നേ ഇവര് പറഞ്ഞെന്ന് പറയാൻ പറ്റില്ല. എനിക്കൊന്നും ഇനി കുറച്ച് കാലം കൂടി കഴിഞ്ഞാൽ, കാരണം മുന്നേ ആരും ഉണ്ടാവില്ല. പിന്നെയുള്ളവർ പറഞ്ഞെന്ന് കണ്ട് നാളെ കണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ തന്നെ മാറ്റി പറയാമെന്ന് വിചാരിച്ചു. അപ്പോ ഇവിടെ ആൺ പെൺ വ്യത്യാസങ്ങളില്ല, ട്രാൻസ് മെൻ ട്രാൻസ് വുമൺ വ്യത്യാസങ്ങളില്ല, പ്രയോഗങ്ങളില്ല. വുമൺ ആൻഡ് മെൻ ആൻഡ് ഓൾ ആർ ഇൻഡിവിജ്വൽ.